സുനിഷയാണ് നമ്മുടെ അപ്പീലുകൾ നോക്കുന്നത് അല്ലേ? സുനിഷ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്കും? അതായത് ഓരോരുത്തരും അങ്ങ് എ ഗ്രേഡ് നേടിക്കൊണ്ട് വരികയാണ്, അതിനനുസരിച്ച് അപ്പീലും കൂടിയിട്ടുണ്ടാവും അല്ലേ? സാധാരണ രീതിയിലേ അപ്പീലുകളുടെ ഒരു മഹാപ്രളയമാകാറുണ്ടായിരുന്നല്ലോ എല്ലാ കലോത്സവവും. ഇന്നും അതേ രീതിയിൽ തന്നെ എന്ന് പറയാം. ഈ 217 അപ്പീലുകളാണ് ഈ സംസ്ഥാന കലോത്സവത്തിൽ ഇന്നലെ മാത്രം വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ 217 അപ്പീലുകളിൽ 163 വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വഴി വന്നതാണ്. കോടതി വഴി 76 അപ്പീൽ എത്തിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ 148 ഒന്നും പറഞ്ഞിരുന്നില്ല, നേരത്തെ പറഞ്ഞത് 120 ഒക്കെ ആയിരുന്നു. അതായത് ഈ പോയിന്റ് നിലയൊന്ന് മാറി മറിയുമെന്ന് ചുരുക്കം. നിലവിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് 215 പോയിന്റുമായി കണ്ണൂർ ഒന്നാമത്, 214 പോയിന്റുമായി തൃശൂർ, തൊട്ട് പിന്നിൽ കോഴിക്കോട്, ആലപ്പുഴ, അത് രണ്ടും അതിന്റെ തൊട്ട് പിന്നിലുണ്ട്. 249 ഇനങ്ങളിൽ 58 എണ്ണമേ പൂർത്തിയായിട്ടുള്ളൂ. അപ്പൊ പ്രകടനം വരുന്ന സമയമായിട്ടില്ല കേട്ടോ. കോഴിക്കോട് പറഞ്ഞ് ആഗ്രഹിക്കാം, ആശിക്കാം. ഇതിൽ കണ്ണൂരുകാർ എത്ര പേരുണ്ട്? പക്ഷെ ഇപ്പൊ ജില്ല പോലും പറയാറില്ല. കണ്ണൂരിലാണെന്നേ പറയൂ സുജ. മുന്നിൽ പറയൂ കണ്ണൂരായിരിക്കും അത്. അല്ല നമുക്കങ്ങനെ കോഴിക്കോട് ഉണ്ട്, പൂഴിക്കടകുണ്ട് കോഴിക്കോട്. അല്ല അങ്ങനെയല്ല, അതെ പൂഴിക്കടകൻ നമ്മൾ കാണും. എങ്ങനെയാണെന്ന് വെച്ചാൽ 8-ാം തീയതി വൈകുന്നേരം ഇവർ ഓടും അല്ലേ? നമ്മള് കോഴിക്കോട്ടുകാർ അവസാന നിമിഷം വരെ പൊരുതും. പക്ഷേ പടയിൽ തോറ്റാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം എന്താ പറയുക, തോൽവി വിജയത്തിന്റെ ആദ്യപടി. അത് നമ്മള് ജാലിയം കണാരം പറഞ്ഞ പോലെ മാരക അടിയാണ് ഇന്നലെ. ആ പെൺകുട്ടികളൊക്കെ ഗേൾസ് സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ സ്കോർ പഠിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ കൊല്ലാണ് ഈ കോഴിക്കോടിന് കപ്പ്. പക്ഷെ കോഴിക്കോട് മുൻകൂർ ജാമ്യം എടുത്തു. ഞങ്ങൾക്ക് തോൽവി പുത്തരി ജാമ്യമല്ല. ഞങ്ങൾ അതിന്റെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇതൊരു കിടമത്സരത്തിന്റെ വേദിയല്ല, ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന പോലെ ആർട്സ്മാൻ സ്പിരിറ്റ്. കണ്ണൂർ കപ്പ് കൊണ്ടുപോകാൻ കോഴിക്കോട് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ജാലിയം കണാരം പറഞ്ഞ പോലെ ജാലിയം കണാരം പിന്മാറി, നെഹ്റു പ്രധാനമന്ത്രി. അപ്പൊ നമ്മൾ ചിലപ്പോ വിട്ടുകൊടുക്കുകയും ചെയ്യും അവസാന നിമിഷം. ഇവർ ഇത്ര ആത്മവിശ്വാസക്കുറവ് രഞ്ജിത്തും റോഷുപാലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കോഴിക്കോട് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാണിക്കുന്ന ചരിത്രം നോക്കിയാൽ നല്ല മിന്നിത്തിളങ്ങി കഴിഞ്ഞ തവണ കണ്ണൂർ കൊണ്ടു. പക്ഷേ തർക്കം മുറുകുന്നു. 217 അപ്പീൽ എത്തിയെന്നാണ് നമ്മുടെ സുനിഷ പറയുന്നത്.